സംഭവവിവരണം 4.5 സംഘം. ഞാൻ ഇതിൻ്റെ ഒരു ജനറൽ ഒപ്പീനിയൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു. മൊത്തം 6 എപ്പിസോഡാണ്, 1.25 മണിക്കൂറുള്ള 6 എപ്പിസോഡ്. അതിൽ ഒന്നാമത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു. ബാക്കി കണ്ടിട്ട് ഫുൾ റിവ്യൂ ഇടും, പിന്നെ എപ്പിസോഡ് വൈസ് റിവ്യൂ ഇടും. അപ്പോൾ ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആ ജനറൽ ഒപ്പീനിയനിൽ ഇതിൻ്റെ ഫുൾ കണ്ടിട്ടുള്ള പല ആൾക്കാരുടെയും ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഞാനിപ്പം ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ അതിൻ്റെ കാർഡ് കൊടുക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് തൊട്ട് മുന്നത്തെ വീഡിയോ. അതിൽ ജനറലായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. കാരണം ഇത് അധികം ആൾക്കാർ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല ഇറങ്ങിയിട്ടുള്ള കാര്യം തന്നെ. ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ജനറൽ ഒപ്പീനിയൻ ഭയങ്കര പോസിറ്റീവാണ് മൊത്തത്തിൽ ഓവറോൾ. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് ഈ ജനറൽ ഫുൾ ഉള്ളത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എങ്ങനെ ഇത്രയും പോസിറ്റീവ് വന്നു. കാരണം ഫസ്റ്റ് എപ്പിസോഡ് എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കൃഷാന്തിൻ്റെ സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്, പക്ഷേ അത് ഭയങ്കര റിപ്പീറ്റ് അടിച്ച് വരുന്ന പോലെ തോന്നി. എനിക്കിപ്പോൾ ഈ സംഘർഷഘടന അതിന് മുന്നിറങ്ങിയ പടം എനിക്ക് ഒട്ടും വർക്കാവാത്ത പടമാണ്, ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത പടമാണ്. പക്ഷേ പുരുഷപ്രേതം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സാധനം റിപ്പീറ്റ് അടിച്ചടിച്ച് വരുമ്പോൾ ഇപ്പോൾ ഗോൾഡിൽ അൽഫോൺസ് പുത്രന് പണി കിട്ടിയത് അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു സാധനം തന്നെ തോന്നിയത്, പുള്ളിയുടെ സ്ഥിരം സാധനം, അതിൽ പുതുമയൊന്നും ഇല്ല ആ ഒരു രീതിയിൽ. പിന്നെ ഈ 1 മണിക്കൂർ ഭയങ്കര ഇതാണ്. അപ്പോൾ ഇവർ, എനിക്ക് തോന്നുന്നു ഇവർക്ക് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അതായത് 1 മണിക്കൂറുള്ള 6 എപ്പിസോഡ്. അപ്പോൾ ഓരോ എപ്പിസോഡ് ഇങ്ങനെ വലിച്ച് ആ ഒരു സാധനം ഓരോ എപ്പിസോഡിലൊന്നും എനിക്ക് പറയാൻ ഇപ്പം പറ്റുന്നില്ല. ഫസ്റ്റ് എപ്പിസോഡ് പക്ഷേ ഞാൻ കരുതിയത് അങ്ങനെയാണ്, ആ ഒരു രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെ വലിഞ്ഞ് അങ്ങനെ പോവുകയാണ്. പല കാര്യങ്ങൾ, ഇവരുടെ സ്കൂളിലെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഈ സഞ്ജു ആണ് ഇതിലെ നായകനായിട്ടുള്ളത്. സഞ്ജു അപ്പോൾ ജഗദീഷിനെ പോയി കണ്ട് ജഗദീഷിനോട് ഇവരുടെ കഥ പറഞ്ഞ് ആ ഒരു പരിപാടിയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ വലിയുന്നു. പിന്നെ അസ്ഥാനത്തെ കോമഡികൾ, മിക്ക കോമഡിയും വർക്കാകുന്നില്ല ആ ഒരു രീതിയിൽ. പെർഫോമൻസ് ഉള്ളായിരുന്നു, സഞ്ജു തന്നെയാണ് മുകളിൽ നിൽക്കുന്നത്. ജഗദീഷ് പുള്ളിയുടെ ഒരു യൂഷ്വൽ ഒരു തിരുവനന്തപുരം സ്ലാങ് പുള്ളി ചെയ്ത എങ്ങനെ ഇരിക്കും ആ ഒരു പരിപാടിയിൽ ജഗദീഷും ചെയ്യുന്നുണ്ട്. നിരഞ്ജ് മണിയമ്പിളരാജുമാണ് പിന്നെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നായകൻ്റെ അകത്ത് വിജയിച്ച ശംഭു എന്നാണ് തോന്നുന്നു പേര്, പുള്ളിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ചേട്ടനുണ്ട്, പുള്ളി അടിപൊളിയായിരുന്നു. എല്ലാവരും പെർഫോമൻസ് എല്ലാവരുടെയും നല്ലത് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വലിഞ്ഞു പോകുന്ന പോലെ ഇപ്പോൾ ഫോഴ്സ്ഡ് ആയിട്ട് നമുക്കൊരു എല്ലാ ഇന്ത്യൻ വെബ് സീരീസും അല്ലെ മലയാളം വെബ് സീരീസും 30 മിനിറ്റാണ്, നമുക്കപ്പോൾ ഒരു മണിക്കൂർ പിടിക്കാമെന്ന് പറഞ്ഞ് ഫോഴ്സ്ഡ് ആയിട്ട് അങ്ങനെ വലിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിഞ്ഞു പോയതായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാനിത് കണ്ടിട്ട് ഓൾറെഡി ഒരു 3-4 ദിവസമായി. ഇപ്പോൾ സെക്കൻഡ് എപ്പിസോഡ് തുടങ്ങാത്തതിൻ്റെ കാരണം അതാണ്. അതും എല്ലാ എപ്പിസോഡും 1 മണിക്കൂർ കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ ആണെങ്കിൽ അതിനുള്ളൊരു സമയമില്ല. അപ്പോൾ ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്ക് ഇന്ന് കാണാമെന്നുള്ള ഇതിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫസ്റ്റ് എപ്പിസോഡ് തോന്നിയില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഉറപ്പായിട്ട് ഞാൻ കാണും, ഓരോ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരും. കാരണം അത്രയ്ക്കും പോസിറ്റീവ് റെസ്പോൺസ് ആണ് മൊത്തം ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത്. പിന്നെ മെയിനായിട്ടുള്ള പലരും വന്നിട്ടില്ല, ഇപ്പം ദർശനയൊന്നും ഇതുവരെ അങ്ങോട്ട് മെയിനായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ദർശനൊക്കെ മെയിൻ ഒരു നെഗറ്റീവ് റോളാണെന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടത് വെച്ച് മനസ്സിലായത്. പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനെയാണ്. പുള്ളിയുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു മെയിൻ അതിലോട്ട് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻസ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഒരു ചെറിയൊരു ഗുണ്ടാ പരിപാടിയാണ്, ഒരു ഫൺ രീതിയിലുള്ള ഒരു ഗുണ്ടാ പരിപാടിയാണ്. ഇപ്പോൾ സംഘർഷഘടനയൊക്കെ അതിൻ്റെ ഒരു സീരിയസ് പരിപാടിയാണ് കാണിച്ചത്, ഇതിലൊരു ഫൺ രീതിയിലുള്ള ഒരു ഗുണ്ടാ പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു ഇവർ വളരുന്നു, ഇപ്പോൾ പ്രസൻറ്റ് കാണിക്കുന്നുണ്ട്, ഇവരുടെ നിലവിലത്തെ ഒരു പവർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവരൊരു കഥ പറയുവാണ് ഇവരെങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് എത്തിയതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ അപ്പോൾ ഇതുവരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻസ് ഇവർക്ക് വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് കരുതുന്നു. വിഷ്ണു അഗസ്ത്യ ഉണ്ട്, പുള്ളിയോട് എനിക്കൊരു ഭയങ്കര ഇതെന്താണെന്ന് വെച്ചാൽ റെസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഉറപ്പായിട്ടും പുള്ളിക്ക് ഒരു മെയിൻ റോൾ, ഇപ്പോൾ ഇതിൽ സഞ്ജു ഒക്കെ ചെയ്ത റോൾ പുള്ളിക്ക് ചെയ്യാം. കാരണം പുള്ളി RDXൽ അത്രയും തെളിയിച്ചതാണ്. പിന്നെ അതുമാത്രമല്ല വേറെയും പടങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് കൃഷാന്തിൻ്റെ തന്നെ സംഘർഷഘടനയിൽ പുള്ളി നായകനാണ്, മെയിൻ ഹീറോയാണ്. അപ്പം പുള്ളിക്ക് ഉറപ്പായിട്ടും ഇതിൽ മെയിൻ ഒരു റോള് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുമെന്നല്ല, പക്ഷേ ചോദിക്കാനുള്ളൊരിതുണ്ട്. പക്ഷേ എന്നിട്ടും പുള്ളി മെയിൻ വില്ലനും അല്ല. അതായത് ഇപ്പം പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ആളായിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ പുള്ളിയോട് അക്കാര്യത്തിലൊക്കെ റെസ്പെക്റ്റ് ഉണ്ട്. പുള്ളി ഒരു വെറൈറ്റി പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ. മറ്റേ നെഗറ്റീവാണ്, പക്ഷേ RDXലെ പോലത്തെ ഒരു ചൊറിയൻ തന്നെയാണ്. പക്ഷേ RDXലെ പോലത്തെ ചൊറിയല്ല, ഇതിൽ വേറൊരു ടൈപ്പാണ്. നമുക്ക് പുള്ളിയുടെ മാനറിസവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതറിയാം. ഞാനതാ പറയാം, പെർഫോമൻസ് എല്ലാവരും നല്ലതാണ്. കിഡിലൻ ആക്ടേഴ്സിനെയാണ് കൃഷാന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, എല്ലാവരും കിഡിലൻ ആക്ടേഴ്സാണ്. പക്ഷേ ഈ ഒരു പേസിങ് ഇഷ്യൂ ആണ് എനിക്ക് ഭയങ്കര മടുപ്പായിട്ട് തോന്നിയത്. പിന്നെ 1 മണിക്കൂർ ആക്കാൻ വേണ്ടി അനാവശ്യം അൺവാണ്ടഡ് സീൻസൊക്കെ എടുത്തിട്ട പോലെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റി അതാണ് എനിക്ക് പറയാനുള്ളത്. സെക്കൻഡ് എപ്പിസോഡ് കണ്ടിട്ട് ഉറപ്പായിട്ടും ഓരോ എപ്പിസോഡിൻ്റെ ഇൻഡിവിജ്വൽ റെസ്പോൺസായിട്ട് ഉറപ്പായിട്ടും വരാം.